ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ച 7 അതിവേഗ റെയിൽ ഇടനാഴികളിൽ കേരളം ഇടം നേടിയില്ല. അതേസമയം അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടും ആന്ധ്രയും പട്ടികയിൽ ഇടം നേടി. ധാതുസമ്പന്നമായ ഒഡീഷയും തമിഴ്നാടും ചേർത്ത് വ്യാവസായിക ഇടനാഴിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുംബൈ പൂനെ, പൂനെ ഹൈദരാബാദ്, ഹൈദരാബാദ് ബംഗളൂരു, ഹൈദരാബാദ് ചെന്നൈ, ചെന്നൈ ബംഗളൂരു, ദില്ലി വാരാണസി, വാരണാസി സിലിഗുരി ഇവയാണ് പുതിയതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ച 7 അതിവേഗ റെയിൽ ഇടനാഴികൾ. We will develop 7 high-speed rail corridors between cities as growth connectors, namely Mumbai to Pune, Pune to Hyderabad, Hyderabad to Bengaluru, Hyderabad to Chennai, Chennai to Bengaluru, Delhi to Varanasi, Varanasi to Siliguri. ഈ പട്ടികയിൽ കേരളം ഉൾപ്പെട്ടില്ല. കേരളത്തിനായി അതിവേഗ റെയിൽപാത പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷ നിലനിന്നിരുന്നു. മെട്രോമാൻ ഇ ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള അതിവേഗ റെയിൽപാതയ്ക്ക് കേന്ദ്രം അനുകൂലമാണെന്ന വിവരവും പുറത്തുവന്നിരുന്നു. അതിവേഗ ഇടനാഴി പ്രഖ്യാപിക്കുമ്പോൾ കേരളം എന്ന സംസ്ഥാനത്ത് നിന്നുള്ള എംപിമാർ വിളിച്ചു പറഞ്ഞുവെങ്കിലും നിരാശയായിരുന്നു ഫലം. അതേസമയം ധാതുമണൽ ഇടനാഴി പദ്ധതിയിൽ കേരളം ഇടം പിടിച്ചത് ശ്രദ്ധേയമായി. ചരക്ക് നീക്കത്തിന് ഗഗനെയും സൂറത്തിനെയും ബന്ധിപ്പിച്ച് ഇടനാഴി ധനമന്ത്രി പ്രഖ്യാപിച്ചു. വാരണാസിയെയും പാറ്റ്നയെയും ബന്ധിപ്പിച്ച ഉൾനാടൻ ജലപാതയടക്കം 5 വർഷത്തിനകം 12 പുതിയ ജലപാതകളും ധനമന്ത്രി പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത TV.